പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ ഭീതി ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വിട്ടൊഴിയാൻ വാക്സിൻ ലഭ്യമാക്കിയേ തീരൂ എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ വിജയകരമായി COVID-19 വാക്സിൻ കണ്ടെത്തി ലോകത്ത് വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നതിന് മുൻപായി തന്നെ 20 ലക്ഷം പേർ വൈറസ് ബാധിച്ച് മരിക്കുമെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മഹാമാരി നിയന്ത്രിക്കാൻ ഫലപ്രദമായ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ മരണസംഖ്യ ഇതിലും ഉയരുമെന്നും WHO ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് വെറും സങ്കല്പമല്ല, നാം ഇതെല്ലാം ചെയ്താലും ഇത് സംഭവിക്കാൻ വളരെ സാധ്യതയുമുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസി പ്രോഗ്രാം മേധാവി മൈക്ക് റയാൻ വെള്ളിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു. ലോകത്ത് ഇതുവരെ ഏകദേശം 10 ദശലക്ഷം പേർ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ടെന്നാണ് വേൾഡോമീറ്ററിന്റെ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. COVID-19-നെതിരായ വിവിധ വാക്സിനുകൾ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം നടത്തുന്നതിനിടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് നൽകുന്നത്. ഒരിടത്തും ഭീഷണി ഒഴിഞ്ഞിട്ടില്ല, ആഫ്രിക്കയിലും ഭീഷണി ഒഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നിലവിൽ വൈറസ് ബാധ വ്യാപിപ്പിക്കുന്നത് ചെറുപ്പക്കാരാണെന്ന് മൈക്ക് റയാൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വൈറസ് വ്യാപന ആശങ്ക വർദ്ധിക്കുന്നതിനിടയിലും ലോകരാജ്യങ്ങൾ ലോക്ക്ഡൌണും നിയന്ത്രണങ്ങളും നീക്കിയ സാഹചര്യത്തിൽ ചെറുപ്പക്കാർ രോഗം പരത്തുകയാണെന്ന് മൈക്ക് റയാൻ ഇതോടൊപ്പം തന്നെ പറയുകയുണ്ടായി. പ്രായഭേദമന്യേ കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ പരിപാടികളും രോഗവ്യാപനം കൂട്ടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലോകത്ത് വാക്സിൻ വിതരണം നടപ്പാക്കാനുള്ള കോവാക്സ് പദ്ധതിയിൽ ചൈനയുടെ സഹകരണം സംബന്ധിച്ച ചർച്ച തുടരുകയാണെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പദ്ധതിയിൽ ധാരണയിലെത്താനുള്ള അവസാന തീയതി ഇതിനോടകം തന്നെ കഴിയുകയുണ്ടായി. ലോകാരോഗ്യ സംഘടനയിൽ അംഗത്വമല്ലെങ്കിലും തായ്വാൻ ഇതിനോടകം പദ്ധതിയിൽ ഒപ്പിട്ടതായും ഇതുവരെ 159 രാജ്യങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചതായും WHO ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ 34 രാജ്യങ്ങൾ ഇനിയും തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.